ബിഗ് ബോസ് മലയാള സീസൺ 6 മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ആളാണ് സിബിൻ. അതിനു മുൻപ് തന്നെ DJ, കൊറിയോഗ്രാഫർ എന്നീ നിലകളിൽ അറിയപ്പെട്ട സിബിൻ ഷോയിൽ നിന്നും പകുതിയിൽ വെച്ച് പുറത്തുപോയെങ്കിലും വലിയൊരു ആരാധക വൃന്ദത്തെ സ്വന്തമാക്കാൻ ഈ കാലയളവിൽ സാധിച്ചിരുന്നു. ഷോയ്ക്ക് ശേഷം തന്റേതായ പ്രവർത്തന മേഖലകളിൽ മുന്നേറുന്ന സിബിനും ആര്യ ബെഡായും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ആര്യ ആയിരുന്നു ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ആര്യയുടെ ജീവിതം പോലെ തന്നെ കഷ്ടപ്പാടിൽ നിന്ന് തന്നെയാണ് സിബിനും ഈ നില വരെ എത്തിയത്. ബിഗ് ബോസ് ആണ് സിബിനൊരു ബ്രേക്ക് ത്രൂ നൽകുന്നത്. ബിഗ് ബോസ് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന സിബിൻ അധികനാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നില്ല. സഹമത്സരാർത്ഥി ജാസ്മിനുമായുള്ള വാക്കുതർക്കത്തെ തുടർന്ന് അശ്ലീല ചേഷ്ടകൾ കാണിച്ചതോടെ സിബിനെ ബിഗ് ബോസും മോഹൻലാലും വാൺ ചെയ്തു. ഇതോടെ മാനസികമായി തളർന്ന സിബിൻ പിന്നീട് ഷോ ക്വിറ്റ് ചെയ്ത് പോകുകയായിരുന്നു. സീസൺ 6 വന്ന മത്സരാർത്ഥികളിൽ എന്റർടൈൻമെന്റ് എന്ന വാക്കിനോട് 100% നീതി പുലർത്തിയ ഒരാൾ സിബിൻ മാത്രമായിരുന്നു. പക്ഷേ ഹൗസിൽ 2 ആഴ്ച തികച്ചു നിൽക്കാതെ ക്വിറ്റ് ചെയ്തതിനാൽ തന്റെ ജീവിതവും കഥയൊന്നും സിബിൻ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ സിബിന്റെ ജീവിതവും മുൻകാലങ്ങളും എങ്ങനെയായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സാധാരണ കുടുംബത്തിലാണ് സിബിൻ ജനിച്ചതും വളർന്നതും. മത്സ്യത്തൊഴിലാളികളായിരുന്നു സിബിന്റെ കുടുംബം. താങ്ങും തണലുമായ അച്ഛനും അമ്മയും. എന്നാൽ പെട്ടെന്ന് അച്ഛന്റെ ജോലി പോയതോടെ വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായി. പക്ഷേ പഠനം മുടക്കിയിരുന്നില്ല. വീട്ടിൽ കാശില്ലെന്നറിയാവുന്നതുകൊണ്ട് തന്റെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ചിരുന്ന ആളായിരുന്നു സിബിൻ. കുഞ്ഞുനാൾ മുതൽ ഡാൻസ് കളിക്കണം എന്ന സിബിന്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ പൈസയില്ലാത്തതിനാൽ തന്റെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. സിനിമയിൽ കാണുന്ന ഡാൻസൊക്കെ നോക്കി പഠിക്കുമായിരുന്നു. അങ്ങനെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാനായി പോകുമായിരുന്നു. ഒറ്റ സ്റ്റേജിൽ 15 ഡാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്ത ചരിത്രമുണ്ട്. +1 എത്തിയപ്പോഴാണ് സിബിന്റെ ജീവിതത്തിലെ ആ ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. +1 പഠിക്കുന്ന സമയത്ത് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ സിബിന് അവസരം ലഭിച്ചു. അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും പിന്നീട് സിബിന് നിരവധി പരിപാടികൾ കിട്ടാനും തുടങ്ങി. അവിടെ നിന്നാണ് സിബിന്റെ ലൈഫ് ചേഞ്ച് ആകുന്നത്. പിന്നീട് ഒരുപാട് ഷോകൾ കിട്ടി. കയ്യിൽ കാശ് വരാൻ തുടങ്ങി. കൊറിയോഗ്രാഫറായും പ്ലംബറായും കാറ്ററിംഗ് സർവീസിലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായും അസിസ്റ്റന്റുമായുമെല്ലാം വർക്ക് ചെയ്തു. ലാലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് കളിച്ചു. പിന്നീടാണ് DJ ആയി പ്രവർത്തിച്ചു തുടങ്ങിയത്. ശേഷം ആര്യ വഴിയാണ് സ്റ്റാർട്ട് മ്യൂസിക്കിലെത്തിയത്. സിനിമകളും ചെയ്തു. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് സിബിൻ. അമലാപ്പോൾ ടീച്ചറായി വേഷമിട്ട ചിത്രം. സിനിമ സംവിധാനം ചെയ്യാനും ഉദ്ദേശമുണ്ട്. സിബിനും മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ട്. ആര്യയുടെ ഫ്രണ്ടിനെയാണ് കല്യാണം കഴിച്ചത്. എന്നാൽ ആ ബന്ധം അധികം വർഷം നീണ്ടു നിന്നില്ല. ഡിവോഴ്സിലേക്ക് വഴിമാറി. ഇരുവരും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പല ഷോകളിലും ഒരുമിച്ച് ഞാനും ആര്യയും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സിബിൻ വെളിപ്പെടുത്തിയിരുന്നു. ലവ് അറേഞ്ച്ഡ് കല്യാണമായിരുന്നു സിബിന്റെയും ആദ്യ ഭാര്യയുടെയും. ഈ ബന്ധത്തിൽ ഒരു മോനുമുണ്ട്. കുഞ്ഞിനെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലാണ് സിബിൻ. ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സിബിൻ. DJ ഒക്കെ ആയി എത്തിയിരുന്നുവെങ്കിലും ബിഗ് ബോസ് ആണ് സിബിൻ എന്ന വ്യക്തിയെ കൂടുതൽ അറിയപ്പെടുന്നവനായി മാറ്റിയത്. എല്ലാം മറന്ന് തന്റെ ഉറ്റ സുഹൃത്തിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് സിബിൻ. ആര്യയെയാണ് വിവാഹം കഴിക്കുന്നത്. 2 പേരുടെയും വിവാഹ നിശ്ചയം ഇന്നലെ കഴിഞ്ഞു. വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ആര്യ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. 2 പേരുടെയും 2ാം വിവാഹമാണ്. ഉറ്റ സുഹൃത്തുക്കൾ എന്നതിൽ നിന്ന് ഇനി അങ്ങോട്ട് എന്നേക്കുമുള്ള ജീവിത പങ്കാളിയിലേക്ക് കടക്കുകയാണ് 2 പേരും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.